ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ ബാക്കി വന്ന ഇഡലി കൊണ്ട് ചായക്കൊരു കടി ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ അതിൻ്റെ രൂപത്തിലും ടേസ്റ്റിലും വ്യത്യാസം കൊടുത്ത് ഇഡലി വട ഉണ്ടാക്കിയെടുക്കാം. അതിപ്പോൾ എങ്ങനെയാണെന്നുള്ള വീഡിയോ കാണാം. ഞാനൊരു 5 ഇഡലി എടുത്തിട്ടുണ്ട്. ആദ്യം തന്നെ ഉഴുന്ന് വടക്കിടുന്നത് പോലത്തെ ഹോൾ ഇടണം. അപ്പോൾ ഞാൻ അതിനൊരു ബോട്ടിൽ കട്ട് ചെയ്തിട്ട് ആ ബോട്ടലിലെ കൊണ്ടാണ് ഞാൻ ഹോൾ ഇടുന്നത്. ഇതുപോലെ ബോട്ടലിൻ്റെ ക്യാപ്പ് ലെങ്ത് ഉള്ളതുണ്ടെങ്കിൽ അതുകൊണ്ടും ഹോൾ ഇട്ടെടുക്കാവുന്നതാണ്. ഞാൻ പെറ്റ് ബോട്ടിൽ കട്ട് ചെയ്തെടുത്താണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഹോൾ ഇടുന്നത്. ഹോൾ ഇട്ടതിന് ശേഷം ഇനി ഇഡലിയുടെ ആ സൈഡെല്ലാം ഒന്ന് ഷേപ്പാക്കി എടുക്കണം. ആ സൈഡിലെല്ലാം ഒന്ന് കളഞ്ഞിട്ട് ഒന്ന് ഭംഗിയാക്കി എടുക്കാം. അപ്പോൾ എല്ലാം ഞാൻ ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി വേണ്ടത് ഇഡലി മാവാണ്. നല്ല തിക്കായിട്ടുള്ള മാവ് വേണം. ലൂസ് ആണെന്നുണ്ടെങ്കിൽ കുറച്ച് റവ ചേർത്ത് കൊടുക്കുക. റവ അല്ലെങ്കിൽ അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. കുറച്ചുകൂടെ നല്ലത് റവയാണ്. ഇനി ഇതിലേക്ക് കുറച്ച് സവോള ചോപ്പ് ചെയ്തതും കുറച്ച് കുരുമുളക് ക്രഷ് ചെയ്തതും കുറച്ച് കറിവേപ്പില, ഒരു കുറച്ച് ക്വാണ്ടിറ്റി അല്ലല്ലോ, 5 ഇഡലിയല്ലോ. അപ്പോൾ അതിന് കുറച്ച് ചേർത്ത് കൊടുത്തിട്ട് നമ്മൾ അതിലേക്ക് ഡിപ്പ് ചെയ്തെടുക്കാം. അപ്പോൾ പാനിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഓയിൽ ചൂടായി വന്നതിന് ശേഷം ഇഡലി ആ മാവിലേക്ക് ഡിപ്പ് ചെയ്തെടുക്കാം. ഡിപ്പ് ചെയ്തെടുക്കുന്ന ടൈമിൽ ഹോള് അടഞ്ഞു പോകാതെ നോക്കണം. നമ്മൾ ഫിംഗർ അതിനകത്ത് ഇട്ടെടുക്കണം. അപ്പോൾ ഒന്ന് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മളിത് ചെയ്യാൻ, എന്നാലേ അകത്തെല്ലാം ക്രിസ്പി ആയിട്ട് കിട്ടുള്ളൂ. ഒരു സൈഡ് വെന്ത് വരുമ്പോൾ മറ്റേ സൈഡൂടെ മറിച്ചിട്ട് വേവിച്ചെടുക്കാം. ലോ ഫ്ലെയിമിൽ തന്നെ വെച്ച് വേവിച്ചെടുക്കണം. നമ്മൾ കട്ട് ചെയ്ത് വെച്ച പീസില്ലേ, അതെല്ലാം ഇതുപോലെ മാവിൽ ഡിപ്പ് ചെയ്തിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അല്ലെങ്കിൽ ഉപ്പുമാവ് ഉണ്ടാക്കുന്ന പോലെ സ്പൈസി ആയിട്ട് മുളക് പൊടിയെല്ലാം ഇട്ടിട്ട് അങ്ങനെ ഫ്രൈ ചെയ്തിട്ടും കഴിക്കാവുന്നതാണ്. ഉഴുന്നുവട വെന്ത് വന്നിട്ടുണ്ട്. നമുക്ക് എടുത്തു മാറ്റാം. നല്ല ക്രിസ്പിയാണ് കേട്ടോ. ഇത് നമ്മൾ ഇഡലി മാവിൽ ഉഴുന്നല്ലേ കൂടുതൽ ചേർത്ത് കൊടുക്കണം. അപ്പോൾ ആ ഉഴുന്നുവടയുടെ ഒരു ടേസ്റ്റ് കിട്ടുകയും ചെയ്യും. നല്ല ക്രിസ്പിയാണ്, നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ. എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നല്ലേ, വലിയ പണിയൊന്നുമില്ലല്ലോ. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. എപ്പോഴും പറയുന്നത് പോലെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം, ഫീഡ്ബാക്ക് അറിയിക്കണേ. നമ്മളുടെ കയ്യിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ മാത്രമേ നമുക്ക് മനസ്സിലാവുകയുള്ളൂ. അപ്പോൾ എന്തായാലും ഫീഡ്ബാക്ക് അറിയിക്കണേ. പിന്നെ ഷെയർ ചെയ്യാൻ മറക്കരുത്. നമ്മൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഇഷ്ടമായെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ ബൈ. താങ്ക് യു.